ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഉള്ളത്. അല്ലാഹു സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന. അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ് നമുക്കേറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളതും നാം ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതും. പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ലാ വല്ലാഹി ലാ യുൽഖി അല്ലാഹു ഹബീബതഹു ഫിന്നാർ. ഇല്ല, അല്ലാഹു തന്നെയാണേ സത്യം, അല്ലാഹു അവൻ്റെ ഇഷ്ടക്കാരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുമ്പോൾ ഈ ദീനിനെ, അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ മതത്തെ അത് തൃപ്തിയോടുകൂടിയിട്ട് സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും കൂടി അവസരം ലഭിക്കുമെന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ആളുകൾക്ക് ദുനിയാവ് നൽകും. ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യവും സാഹചര്യങ്ങളും മറ്റുമൊക്കെ പലർക്കും അല്ലാഹു നൽകും. എന്നാൽ അവൻ്റെ ദീന് നൽകുന്നത്, ഈമാൻ നൽകുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമാണ്. ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ഈ ദീന് നൽകൂല എന്നുള്ളതാണ്. ദുനിയാവ് പലർക്കും നൽകും, ഇഷ്ടമുള്ളവർക്കും നൽകും, ഇഷ്ടമില്ലാത്തവർക്കും നൽകും. എന്നാൽ അള്ളാഹു ഇഷ്ടമുള്ളവർക്കാണ് ഈമാന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹിൻ്റെ ഇഷ്ടം നേടിക്കഴിഞ്ഞാലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിലുള്ളവരും ആകാശത്തുള്ളവരും ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ വിളിച്ചിട്ട് പറയും, ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം നേരെ അവിടെയുള്ള മാലാഖമാരോടൊക്കെയും തന്നെ പറയും, അള്ളാഹു ഞാനും ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മാലാഖമാർ ഭൂമിയിലുള്ളവരും പിന്നീട് അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നുള്ള, ഭൂമിയിലുള്ളവരൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു വരുന്നത് ഒരു ഹദീസിലേക്ക് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒരിക്കലും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ദിമഷ്ക് പള്ളിയിൽ ചെന്ന സമയത്ത് ഇങ്ങനെ കുറച്ചവിടെ എത്തി. ചില ആളുകൾ, ഒരാളിങ്ങനെ പ്രത്യേകം മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ മനസ്സിലായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ലില്ലാഹ്, തീർച്ചയായും അള്ളാഹു ആണേ സത്യം, ഞാൻ അള്ളാഹുവിന് വേണ്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണോ? അപ്പോൾ അതേ, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ 3 തവണ ആവർത്തിച്ച സമയത്ത് തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അബ്ശിർ, എന്നാൽ സന്തോഷവാർത്ത നിനക്ക് അറിയിക്കപ്പെടുന്നുണ്ട്. ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞതാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ ഒരു ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വജബത് മഹബ്ബതി, എൻ്റെ ഇഷ്ടം നിർബന്ധമായിട്ടുണ്ട്. ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതസാവിരീന ഫിയ വൽ മുതബാദിലീന ഫിയ. 4 സ്വഭാവങ്ങളാണ് എടുത്തു പറഞ്ഞ്. ഒന്നാമതായിട്ട് ലിൽ മുതഹാബ്ബീന ഫിയ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട ആൾക്കാർ, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. അല്ലേ, നമ്മൾ പലർക്കും വേണ്ടിയിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. പല രൂപത്തിലുള്ള ആളുകളെ പല വിഷയങ്ങളിലായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലും നാളെ പരലോകത്തും ഒരുപാട് അതിനുള്ള മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. അർശിൻ്റെ തണൽ കിട്ടുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിടത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്.
ഈമാൻ ഉണ്ടാവാൻ വേണ്ടി, ഈമാൻ പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് എടുത്തു പറഞ്ഞത് വൽ മുതജാലിസീന ഫിയ്യ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇരിക്കുന്നവർ, കൂടിയിരിക്കുന്നവർ. അൽഹംദുലില്ലാഹ് നമ്മളതിൽ പെട്ടവരപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം കൂടിയിരിക്കുന്ന ആളുകൾ, ദീന് പഠിപ്പിക്കാൻ വേണ്ടി, അള്ളാഹിൻ്റെ കലാമ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ നമ്മളെ മുമ്പിൽ കടന്നു വരും. ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ദീനും ഖുർആനും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദഅവാ രംഗങ്ങളിലൊക്കെ ഒന്നിച്ചു കൂടിയിരിക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ്. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായിട്ട് പഠിപ്പിക്കുകയാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർ, മുതസാവിരീന ഫിയ്യ, അള്ളാഹ്ക്ക് വേണ്ടി സന്ദർശിക്കുക. അല്ലേ, ഒരാളൊരു പ്രയാസമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, രോഗാവസ്ഥ ആണെങ്കിൽ കൂടി അള്ളാഹ്ക്ക് വേണ്ടി ആ ഒരു സഹോദരനെ, അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ആ സഹോദരനെ, ആ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് എങ്കിൽ കൂടി അള്ളാഹു പറയുന്നതാണ്, നീ നല്ലത് ചെയ്തു, അയാളോട് നിൻ്റെ നടത്തം നന്നാക്കി, സ്വർഗത്തിന് നിനക്കൊരു വീട് തയ്യാറാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന. ഒന്ന് ആലോചിക്കുക, അള്ളാഹിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട ആളുകളെ പരസ്പരം സന്ദർശിക്കുന്നിടത്ത് പോലും അള്ളാഹിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എത്ര പ്രാധാന്യമുള്ളതാണ്. അള്ളാഹിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പോൾ നാലാമതായിട്ട് എടുത്ത് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കുന്ന ആളുകൾ, മുതബാദിലീന ഫിയ്യ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കുക. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ശരീരമാകട്ടെ, സമ്പത്താകട്ടെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കാൻ വേണ്ടി സാധിക്കണം. ദീനിൻ്റെ മാർഗത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കും. ഒരുപാട് അവസരങ്ങൾ ദീനിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ കൊണ്ടും, നമ്മുടെ സമ്പത്ത് കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്താണോ അവ കൊണ്ടും പരസ്പരം സഹായിക്കുവാൻ, സഹകരിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജാമിയയുടെ ആ ഒരു കളക്ഷൻ നമ്മുടെ പള്ളിയിലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ആ ഒരു വിളക്കുമാടത്തിന്, ഈ റമദാനിലും കഴിഞ്ഞ നമ്മുടെ റമദാനുകളിലൊക്കെയും തന്നെ നമ്മുടെ തറാവീഹിനൊക്കെ ഇമാമ് ആ ജാമിയയുടെ സന്താനങ്ങളാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ഇന്ന് ഒരു വേള കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ന് ലോകത്ത് തന്നെ പലയിടങ്ങളിലായിക്കൊണ്ട് ദീനീ രംഗത്ത്, ദഅവാ രംഗത്ത് എത്തിക്കുവാൻ നമ്മുടെ ആ ഒരു സംരംഭത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി പഠിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നേടാൻ വേണ്ടി വൽ മുതബാദിലീന ഫിയ്യ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കുന്നവരായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ ഇഷ്ടം നേടിയെടുത്ത് നാളെ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹത്തായ സൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.